ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കക്ക പൊരിച്ചതായി കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അടിപൊളി പുതിന ചായയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നല്ല കടുക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് പുട്ടുപൊടിയും അരിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണുന്നുണ്ടല്ലോ, നമ്മൾ പുട്ടിനൊക്കെ ആക്കുന്ന ആ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നല്ല പച്ച പെരുംജീരകം ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ഒന്ന് പൊടിക്കണം കേട്ടോ. അതേപോലെ ഒന്ന് പൊടിച്ച് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉള്ളി, കുറച്ച് കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം അതിന് നല്ലപോലെ അങ്ങ് നിവർത്തിയിട്ട് കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു ഉരുളകൾ പോലെ മാവാക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ കാണുക, കൂട്ടാക്കാത്തവരൊക്കെ കൂട്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറേ എണ്ണം നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ, കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, കുറച്ച് ഓയിൽ മതി കേട്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഓയിലൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ എല്ലാം പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, പൊരിച്ച് നമ്മളെടുക്കുക. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ പല പ്രാവശ്യം ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതേപോലെ ഒന്നുമല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊക്കെ എളുപ്പം ഈ കടുക്ക കിട്ടുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്നതും കൊണ്ട് ഇങ്ങനെ ബോൾസുകളാക്കിയിട്ട് നമ്മൾ വട പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, വീടുകളിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് ഇത്ര തന്നെ, ഈ ഒരു സാധനം ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ചായ എണ്ണ കാണിക്കുന്നത്, കുറച്ച് വെള്ളം എടുക്കുക, അതിൽ നമ്മൾ കുറച്ച് പൊടി ഇടുക, അത് നന്നായി തിളച്ച ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് നമ്മളിതുപോലെ പുതിന ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ പുതിന ചായ ഇവിടെ റെഡിയാണ്. ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ചായേൻ്റെ രുചി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നമ്മൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.